ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നു. നോക്കൂ, ചരിത്രത്തിൽ കാണാം, ബഹുമാനപ്പെട്ട ഈസാ റൂഹുല്ലാഹ്, ഈസാ നബി അലൈഹിസ്സലാം 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ, അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ നടന്നു പോവുകയാണ്. സമുദ്രത്തിന്റെ തീരത്തുകൂടി നടന്നു പോകുമ്പോൾ എതിരെ ഒരു മനുഷ്യൻ അതാ അലക്കാനുള്ള തുണിയുമായി വരുന്നു. ഈസാ നബി അലൈഹിസ്സലാം അപ്പോസ്തലന്മാരോട്, ഹവാരികളോട് പറഞ്ഞു, ഈ മനുഷ്യൻ ഇന്ന് നട്ടുച്ചയ്ക്ക് മരണപ്പെടും. ഈസാ നബി അലൈഹിസ്സലാം ശിഷ്യന്മാരോട് എന്ത് പറഞ്ഞു? ഈ അലക്കുകാരൻ ഇന്ന് ഉച്ചയ്ക്ക് മരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. ശിഷ്യന്മാരെ വിശ്വസിച്ചു. അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ വചനമാണ്, അള്ളാഹുവിന്റെ റഹ്മത്താണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണല്ലോ ഈസാ നബി. അല്ലെ, ഇതൊക്കെ അള്ളാഹു ഖുർആൻ പറഞ്ഞതാണല്ലോ. അള്ളാഹു കുൻ എന്ന് പറഞ്ഞപ്പോ ഉണ്ടായ പ്രിയപ്പെട്ട പ്രവാചകനാണ് ഈസാ ഇബ്നു മറിയം. അല്ലെ, പാപ്പയുടെ സഹായം ഇല്ല അവിടെ. നോക്കൂ, ഈസാ നബിയും ശിഷ്യഗണങ്ങളും സായം സന്ധ്യയായപ്പോൾ മടങ്ങി വരികയാണ്. അലക്കുകാരൻ തുണിയൊക്കെ അലക്കി ഉണക്കി അയാളും തിരിച്ചു വരുന്നു. അപ്പോൾ ശിഷ്യഗണങ്ങൾ ചോദിച്ചു, ബഹുമാനപ്പെട്ട നബിയേ, ഈ അലക്കുകാരൻ മരിച്ചിട്ടില്ലല്ലോ, ഉച്ചയ്ക്ക് മരിക്കുമെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്, മരണപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈസാ നബി അല്ലാഹുവിനോട് ഇതിന്റെ സിർ, ഇതിന്റെ രഹസ്യം വ്യക്തമാക്കണമെന്ന് ദുആ ചെയ്തപ്പോൾ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, ഇന്നുച്ചയ്ക്ക് മരിക്കേണ്ട മനുഷ്യനായിരുന്നു. നോക്കൂ, അല്ലാഹുവിന്റെ ഖദർ 2 രൂപത്തിലാണ്. ഒന്ന് മുബറമ, ഒന്ന് മുഅല്ലഖ്. മുബറമ, മുഅല്ലഖ്. മഹാന്മാര് പറയുന്നു, മുബറമ എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി അവൻ മരിക്കേണ്ട സമയം അല്ലാഹുവിനറിയാം. മുഅല്ലഖ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അവന്റെ ഖദറിൽ, നീ യതീമിനെ സഹായിച്ചാൽ, നീ വിശക്കുന്നവന് ഭക്ഷണം കൊടുത്താൽ നിനക്ക് ആയുസ് നീട്ടിത്തരും എന്ന് ഖദറിൽ അവിടെ അല്ലാഹു ബന്ധിപ്പിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഖദർ 2 രൂപത്തിലാണെന്ന് മഹാന്മാര് പറയുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ഈസാ നബിയോട് പറഞ്ഞു, ഈ മനുഷ്യൻ രാവിലെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ അതാഹു മിസ്കീൻ, ഒരു പാവപ്പെട്ട അഗതി വന്നു, വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തനിക്ക് ഭക്ഷിക്കാൻ വെച്ചിരുന്ന 5 പത്തിരി 2 പത്തിരി ഷെയർ ചെയ്തു, 2 പത്തിരി എടുത്തു കൊടുത്തു. അദ്ദേഹത്തിന്റെ വിശപ്പ് മാറ്റി. അതിന്റെ പേരിൽ അല്ലാഹു അദ്ദേഹത്തിന്റെ മരണം, അദ്ദേഹത്തിന്റെ വഫാത്ത് നീട്ടിവെച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എങ്ങനെയാ അലങ്കാരം മരിക്കേണ്ടിയിരുന്നറിയോ? ഈ തുണിക്കകത്ത് തന്നെ ഒരു പാമ്പുണ്ടായിരുന്നു. ആ പാമ്പിന്റെ ദംശനമേറ്റാണ് മരിക്കേണ്ടിയിരുന്നത്. നോക്കൂ, ഖലാ മുഅല്ലഖ് പ്രകാരം ഈ മനുഷ്യൻ, അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ ബാദിറൂ ബിസ്സദഖ, നിങ്ങൾ സദഖ ചെയ്യാൻ മുന്നോട്ട് വരണം, സകാത്ത് നിങ്ങൾ കൊടുക്കണം. ഹസ്സിനൂ അംവാലക്കും, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം. ബിസ്സകാത്തി, സകാത്ത് കൊടുത്തുകൊണ്ട്. എല്ലാ വർഷവും ഇയർലി കണക്ക് നോക്കി സകാത്ത് കൊടുത്താൽ നമ്മുടെ സമ്പത്ത് സംരക്ഷിക്കപ്പെടും. വബാദിറൂ ബിസ്സദഖ വദാവൂ മർലാക്കും ബിസ്സദഖാത്ത്, നിങ്ങളുടെ രോഗികളെ നിങ്ങൾ ചികിത്സിക്കണം, മരുന്ന് കൊണ്ടല്ല, സ്വതക്ക കൊണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അസ്സദഖത്തു റദ്ദുൽ ബലാ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ദാനധർമ്മം ബലാഇനെ തട്ടിക്കളയും. കണ്ടോ, ദാനധർമ്മം ബലാഇനെ തട്ടിക്കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് നേർച്ചക്കുത്തി ഈ ഹദീസ് എഴുതി വെച്ചിരിക്കുന്നത്, ദാനം ആപത്തിനെ തടയും. കണ്ടോ, ലാ യറുദ്ദുൽ ഖദറ ഇല്ല ദുആ, അല്ലാഹു അവന്റെ ഖദർ തട്ടുകയില്ല പ്രാർത്ഥന കൊണ്ടല്ലാതെ. പടച്ചവനോട് ദുആ ചെയ്യാൻ പിശുക്കൊന്നും കാണിക്കണ്ട. നിസ്കാരം കഴിഞ്ഞ് കൂട്ടായിട്ട് തന്നെ ദുആ ചെയ്തോ, സുന്നത്ത് നിസ്കരിച്ചിട്ട് ഒറ്റയ്ക്കും ദുആ ചെയ്തോ, ഇൻഫിറാദിയും ഇജ്തിമാഇയുമായി പടച്ചവനോട് ചോദിച്ചോ. ചോദിക്കാതെ ആസനത്തിലെ പൊടിയിൽ തട്ടി എഴുന്നേറ്റ് പോകണ്ട. അല്ലാഹു ദുആ ഇഷ്ടമാണ്. ലാ യറുദ്ദുൽ ഖദറ ഇല്ല ദുആ വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർറു, നിന്റെ ആയുസ് പുണ്യം കൊണ്ടല്ലാതെ നീട്ടുകയില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു
തൗഫീഖ് നൽകട്ടെ. ഈ പുരാതന റോമിലും ഗ്രീസിലും ഒക്കെ ഒരു സമ്പ്രദായമാണ്. അവിടെ ആളുകൾ മരിച്ചാൽ കബറിന്റെ മുകളിൽ മിസാങ്കല് കാണും. നല്ല മാർബിൾ കൊണ്ട് ചെത്തി മിനുക്കി അതിൽ ഡേറ്റ് ഓഫ് ബർത്തും മരിച്ച ഡേറ്റും ഒക്കെ എഴുതും. അവിടെ താഴെ ഒരു കാര്യം എഴുതും, ഇയാൾ 700 കൊല്ലം ജീവിച്ചു, 500 കൊല്ലം ജീവിച്ചു എന്നൊക്കെ എഴുതും. സത്യത്തിൽ 70 വർഷം ജീവിച്ചിട്ടുണ്ടാവും. അപ്പോ എന്താ അതിന്റെ ഉദ്ദേശം എന്നറിയോ? ഇയാൾ 70 കൊല്ലമേ ജീവിച്ചുള്ളെങ്കിലും 700 കൊല്ലത്തെ പണി ചെയ്തിട്ടാണ് ഇയാൾ പോയത് എന്നാണ് അതിന്റെ അർത്ഥം. 70 കൊല്ലം കൊണ്ട് 700 കൊല്ലത്തെ ജോലി ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അവര് പോകുമ്പോൾ നാട്ടുകാരും മക്കളും പറയും, വാവിട്ട് കരയും, അഹുൽ ഇൽമി ഹയ്യുൻ ഖാലിദുൻ ബഅദ മൗതിഹി വഔസാലുഹു ബൈന തുറാബി റഹീമോ. നീ മണ്ണടിയിലും മായാതെ നിന്നിടും, നീ മണ്ണിൽ നേടും വിശിഷ്ട വ്യാഖ്യാതികൾ. കാലത്തിനാകില്ല നിന്നെ മറക്കുവാൻ, ലോകത്തിനാകില്ല നിന്നെ വെറുക്കുവാൻ. മരിച്ചു കഴിഞ്ഞാലും മണ്ണോട് ചേർന്നാലും അസ്ഥി പഞ്ചരമായാലും ജനങ്ങൾ നിന്നെ സ്നേഹിക്കും. നിന്റെ പ്രഭാഷണങ്ങളും നിന്റെ ഗ്രന്ഥങ്ങളും നീ ചെയ്ത സേവനങ്ങളും ജനങ്ങൾ മതിക്കുമെന്ന് കവി പാടി. അല്ലാഹു അത്തരത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ, അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഇതൊക്കെ ഒരു കാതിലൂടെ കേട്ട് അടുത്ത കാതിലൂടെ വിടാനല്ലേ പറഞ്ഞത്. ഈ ആയത്തിന് ഹദീസിനൊക്കെ ഡിമാൻഡുണ്ട്. എന്തിനാ പിന്നെന്താ ഇപ്പൊ പിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു പിരിവും വേണ്ട. സുഹൃത്തുക്കളെ, നമ്മള് നമ്മുടെ കുടുംബ ബന്ധം ചേർത്താൽ മതി. ഇപ്പൊ അല്ലാതെ നമുക്ക് ഫൈനാൻസ് സാമ്പത്തികം തന്നിട്ടുണ്ട്. ഇല്ലാത്തവർക്ക് ശാലം കൊടുത്ത് ആ മക്കളെയൊക്കെ ഒന്ന് പഠിപ്പിക്കും. ഇൻഷാ അല്ലാഹ് ഒരു വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് ട്രെയിനിൽ എന്റെ കൂട്ടത്തിൽ യാത്ര ചെയ്ത 2 ചെറുപ്പക്കാർ, ഒരാൾ അയാട്ട, ഒരാൾ ഓട്ടോമൊബൈൽ. എനിക്ക് വലിയ സന്തോഷം തോന്നി. 2 ചെറുപ്പക്കാർ വിദ്യാഭ്യാസമുള്ളവർ. അവര് ട്രെയിനിൽ വെച്ച് മുസല്ല വിരിച്ച് നമസ്കരിച്ചു. സുഹൃത്തുക്കളെ, ലോഹർ അസറും ജമാഅത്ത് നിർവഹിച്ചു. ഞാൻ ചോദിച്ചു, അപ്പൊ പറഞ്ഞു, പ്രഭാഷണം കേട്ടിട്ട് നന്നായതാ. നിങ്ങൾക്കറിയുമോ, എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, മാസം മാസം ബോംബെയിൽ ചെല്ലും. നോക്കൂ, 1000 ചെലവഴിക്കും. അദ്ദേഹം ഫ്ലൈറ്റിലാണ് പോകുന്നത്. എന്തിനാണെന്നറിയുമോ? അവിടെ ചെന്നിട്ട് കാബറെ ഡാൻസ് കാണാനാണ് പോയിരുന്നത്. ഇസ്ലാമിലെ ഒരു പണ്ഡിതന്റെ പ്രഭാഷണം കേട്ടു. ഇന്നാ ചെറുപ്പക്കാരൻ കാബറെ ഡാൻസ് കാണുന്നില്ല, സിനിമ പോലും കാണുന്നില്ല, 5 നേരം നമസ്കരിക്കുന്ന മുത്തക്കിയായി മാറി. അതുകൊണ്ട് പണ്ഡിതന്മാരെയും പ്രഭാഷകരുടെ കുറ്റം പറയണ്ട. എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഹൈർ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ പറയുന്നവർക്കില്ലല്ലോ എന്ന് പറയും. മഅസൂം റസൂലുള്ള മാത്രമേ ഉള്ളൂ. മാതൃക പുന്നാര നബി. ഞങ്ങളൊന്നും മാതൃകയല്ല കേട്ടോ. ഞങ്ങൾ ദാടി രൂപയൊക്കെ ഉണ്ടാവും അല്ലേ? അള്ളാഹു പടച്ചോ തഖ്വയിൽ ജീവിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. പണ്ടാരോ പറഞ്ഞ പോലെ, എന്നെ പാക്കണ്ട, എന്റെ വാക്ക് നോക്കാൻ മതി, എന്നെ നോക്കണ്ട, എന്റെ സംസാരം നോക്കിയാൽ മതി എന്ന് പണ്ടാരോ പറഞ്ഞു. നമുക്ക് മാതൃക ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് മഹത്തായ മാതൃക നിങ്ങളുടെ റസൂലിലുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി നമുക്കൊക്കെ തെറ്റുപറ്റാം. നമ്മൾ മനുഷ്യരാ, തെറ്റുപറ്റാം. പറ്റിയിലെടുത്ത് പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തി അള്ളാഹു താഴത്തെ പടച്ചുണ്ടാക്കട്ടെ. മനസ്സിലായില്ല? മനസ്സിലാവില്ലല്ലോ അല്ലേ? അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ. പെണ്ണൊരുമ്പെട്ടാലെന്ന് കേട്ടിട്ടുണ്ടോ? പെണ്ണൊരുമ്പെട്ടാലെന്ന് പെണ്ണ് വിചാരിച്ചാൽ മതി ഒരു മനുഷ്യനെ കുളം കടക്കാൻ. അതുകൊണ്ടാണ് ഈസാ നബി പറഞ്ഞത്, ഇയ്യാകും വന്നൽറ. ചുമ്മാ ആവശ്യമില്ലാതെ നോക്കരുത്. പലരും വഴിയെ നോക്കരുത്. ഫൈനഹാ തസ്റഉ ഫിൽ ഖൽബി ശഹവ വകഫാ ബിഹാ ഫിത്ന. ഹൃദയത്തിൽ കാമമോഹങ്ങൾ ഇട്ടുതരും ഈ നോട്ടം. അത് മതി ഫിത്നയ്ക്ക് കാരണമായി. സയ്യിദുനാ ഈസ ഇബ്നു മറിയം പറഞ്ഞതായി കിതാബുകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്.
അല്ലാഹുവിന്റെ റസൂൽ അലിയാരങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അലി ലാ തുത്ബിഇൻ നളറ അൻ നളറ, നീ നോട്ടത്തെ നോട്ടം കൊണ്ട് തുടർത്തരുത്. ഫൈനലക്കൽ ഊലാ, ഒരു നോട്ടം അനുവാദമുണ്ട്. വലൈസത് ലക്കൽ ആഖിറ, അടുത്ത നോട്ടം പാടില്ല. ഒന്ന് നോക്കാം, ഒന്ന് നോക്കാം. എന്നോട് ചെറുപ്പക്കാരൻ ചോദിച്ചു, ഒന്ന് നോക്കാവല്ലേ, എന്നാ നീട്ടി നോക്കിക്കൂടെ മുസ്ലിയാരെയും? ഈ പൂവാലന്മാരൊക്കെ നീട്ടി നോക്കുന്ന കണ്ടിട്ടില്ലേ? അത് ഹദീസ് പറഞ്ഞനുസരിച്ച് ആദ്യത്തെ ഒരു നോട്ടം മുസ്ലിയാർ പറഞ്ഞത് കൊണ്ട് അതുകൊണ്ടല്ല. എന്തിനാ നോക്കുന്നത്? എന്തിനാ നോക്കുമ്പോൾ മനസ്സാകുന്ന ഏതോ ഫോൾഡറിൽ ആ ഫോട്ടോ ചെന്ന് കിടക്കും. എന്നിട്ട് മെനു എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യും? ആ പെണ്ണ് വരാൻ കാത്തിരിക്കും. ആ പെണ്ണിനോട് ആദ്യം ഒന്ന് പുഞ്ചിരിക്കും, അവള് കൂട്ടാക്കില്ല, വീണ്ടും കാത്തു നിൽക്കും. പിന്നെ പറയുന്നത് എന്താ? ഐ ലവ് യു. അപ്പൊ അവള് പറയും സെയിം ടു യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, തിരിച്ചങ്ങോട്ടും. പിന്നെ എന്താ? ഫോൺ നമ്പർ കൈമാറും, അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വൽ ഫർജു യുസദ്ദിഖുഹു ഔ യുകദ്ദിബുഹു,